പ്രഷറും ഷുഗറും ഒക്കെ ഉള്ള മനുഷ്യനാ. എന്താ പറ്റിയേ? ഒന്നും പറയണ്ട ഡ്യൂപ്പേ. ഓ എന്നാ പറയണ്ട, അതാ നല്ലത്. അതല്ലടോ, ഉറക്കത്തിൽ നാം ഒരു ഭീകര സ്വപ്നം കണ്ടു. കേരളം സന്ദർശിക്കാനെത്തിയ നമ്മയെ കൊട്ടേഷൻ സംഘങ്ങളൊക്കെ കൂടി തല്ലിക്കൊല്ലുന്നെന്ന്. എന്റെ പൊന്നു തിരുമേനി, ഇപ്പൊ സമയം 4:30 മരണമണി മുഴങ്ങുന്ന സമയം. വെളുപ്പം കാലത്തെ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്ന ആ ശാസ്ത്രം. നമ്മെ പേടിപ്പിച്ച് കൊല്ലാതല്ലോ ഡ്യൂപ്പേ. താൻ ആ കലണ്ടർ എടുക്ക്. എന്നാത്തിനാ കലണ്ടർ? കാര്യം പറഞ്ഞാ മതി. ഇതേതാ മാസം? കള്ളക്കർക്കിടകം എലിമിനേഷൻ റൗണ്ടിൽ ഔട്ടായി. ഇനി വരാൻ പോകുന്നത് സാക്ഷാൽ ചിങ്ങമാസത്തിന്റെ റിയാലിറ്റി ഷോ. ഇന്ന് ചിങ്ങം 1 തിരുമേനി. നാം നമ്മുടെ പ്രജകളുടെ തല്ലു വാങ്ങാൻ പോകുന്ന മാസം. അങ്ങനെ തിരുത്തി പറയണോ ഡ്യൂപ്പേ? ഓ, അത് അങ്ങയുടെ വിധിയാണെന്ന് അങ്ങ് കൂട്ടിയാ മതി. വിധിയെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയോ? ഇനി നാം എന്ത് ചെയ്യും? അങ്ങ് പണ്ട് വാമനോട് എരന്നു വാങ്ങിയ ഒരു റിക്വസ്റ്റ് ഉണ്ടല്ലോ, അത് പാലിച്ചേ മതിയാവൂ. നാം പോയി തല്ലുകൊള്ളണമെന്നാണോ താനും പറയുന്നത്? എടോ, നമ്മുടെ പ്രജകള് ഓണം ദേശീയാഘോഷമായിട്ട് അടിച്ചു പൊളിക്കുമ്പോ ഊരു പേടിച്ചോടാനാണല്ലോ നമ്മുടെ യോഗം. വന്ന് ചിങ്ങമാസമൊന്നും തിരുവോണമൊന്നും കേൾക്കുമ്പോ നമ്മുടെ ശ്വാസം വിലങ്ങിപ്പോകും. തിരുമേനി, അടിയനും ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടു. നമ്മുടെ കൂടെ നിനക്കും കിട്ടുന്നതായിട്ടായിരിക്കും. അത് നമുക്ക് ഒത്തിരി. തിരുമേനി, ആ സ്വപ്നമല്ല. എന്റെ സ്വപ്നത്തിൽ ഇത്തവണ അങ്ങ് ഒറ്റയ്ക്കാണ് കേരളത്തിലേക്ക് പോകുന്നത്. അടിയന്റെ സ്വപ്നം ഒന്ന് സഫലീകരിച്ച് തരൂ തിരുമേനി. കൊള്ളുവാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു കൊള്ളണം. നീ നമ്മുടെ കൂടെ വന്നില്ലെങ്കിൽ നിന്നെ നാം ഈ പാതാളത്തിലേക്ക് ചവിട്ടിട്ടാ. ഓ, ഇപ്പോഴും നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചക്രവർത്തിയാണെന്നാണ് അങ്ങയുടെ വിചാരം. ഇപ്പോഴും അങ്ങ് ഈ പാതാളത്തിൽ തന്നെയാ. ഇനി ഈ പാതാളത്തിന്റെ അടിയിലോട്ട് തന്നെ എവിടേക്ക് ചവിട്ടിത്താത്താനാ? എടോ ഡ്യൂപ്പേ, ഒരു ചേഞ്ച് നമുക്കാകാം. ഇത്തവണ നമുക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാം. അതാകുമ്പോ പ്രജകളുടെ ഇടിയും പേടിക്കണ്ടല്ലോ. ഫ്ലൈറ്റാ? എന്റെ പൊന്നു തിരുമേനി, ഇപ്പൊ നമ്മുടെ വിമാനങ്ങളൊക്കെ റബ്ബർ ബാൻഡ് കൂട്ടിക്കെട്ടി പറപ്പിച്ചോണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഈ അടുത്ത് തന്നെ ഒരു പൈലറ്റ് ഉറങ്ങിപ്പോയിട്ടേ നമ്മുടെ നാട്ടില് 150 പേരാ പ്ലെയിൻ പൊട്ടിത്തെറിച്ച് മരിച്ചുപോയത്. ശിവ ശിവ. എങ്കിൽ നമുക്ക് ട്രെയിനിൽ പോകാം. എന്റെ തിരുമേനി, ഇപ്പൊ ട്രെയിൻ മുഴുവൻ ബോംബ് ഭീഷണിയല്ലേ? ശിവ ശിവ. തീവ്രവാദികൾ റെയിൽവേ പാളം തകർത്തുകൊണ്ടിരിക്കുന്നു. ചില തീവ്രവാദികൾ ട്രെയിനിന്റെ ബ്രേക്ക് കണ്ടിച്ചു കളയുന്നു. വേണ്ട, ട്രെയിൻ അപകടമാ. എന്നാൽ ഒരു കാര്യം ചെയ്യാം. നല്ല 1-ാം തരം ബസ് ഉണ്ട്, അതിൽ പോകാം. ഫസ്റ്റ്. എന്നിട്ട് വേണം വല്ല പെണ്ണുങ്ങളെ തോണ്ടിന്ന് പറഞ്ഞ് പോലീസുകാർ പിടിക്കാൻ. ഞാനങ്ങൂല്ല. എങ്കിൽ നമുക്കൊരു ടാക്സി പിടിക്കാം. എന്റെ പൊന്ന് തിരുമേനി, ഇപ്പൊ പെട്രോളിനും ഡീസലിനും ഒക്കെ സ്വർണ്ണത്തേക്കാ വിലയാ, തീ വില. ദേ ഇപ്പൊ പെട്രോളിന് കാശ് കൂട്ടണമെന്ന് പറഞ്ഞ് നാളെ മുതൽ സമരവാ. പിന്നെ നാം അങ്ങനെ നമ്മുടെ നാട് സന്ദർശിക്കും. 5 നയാ പൈസ ചെലവില്ലാത്ത ഒരു ഉഗ്രം വഴി ഞാൻ പറഞ്ഞു തരാൻ തിരുമേനി. ഉച്ചക്കഞ്ഞിക്കുള്ള ക്യൂ അല്ലേ അത്? ആണോ? വാ, നമുക്ക് കയറി നിൽക്കാം. അയ്യോ തിരുമനസ്, അത് ഉച്ചക്കഞ്ഞിക്കുള്ള ക്യൂ അല്ല. തിരുമേനിക്ക് തെറ്റി. അത് ബിവറേജ് ഷോപ്പാ, മദ്യശാല. ഓണം പ്രമാണിച്ചേ കേരളത്തിലെ പ്രജകളൊക്കെ മദ്യം വാങ്ങാൻ ക്യൂ നിൽക്കുന്നതാ കാണുന്നത്. തിരുമേനിക്ക് അപ്പൊ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ? ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇപ്പൊ ജനിച്ചാ മദ്യം, മരിച്ചാ മദ്യം, 28-ന് മദ്യം, ശവപ്പെട്ടി വാങ്ങാൻ പോയാ മദ്യം, പെണ്ണും പിള്ളയുടെ കെട്ടുതാലി പൊട്ടിച്ചാ മദ്യം, അടിയന്തരത്തിന് മദ്യം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കൊച്ചു കേരളം ഇപ്പോ മദ്യ കേരളം എന്നാ അറിയപ്പെടുന്നത്. അധിക നേരം ഇവിടെ നിക്കണ്ട. നിന്നാലേ ഷെയർ ഇടാനായിട്ട് ആരെങ്കിലും വന്ന് പിടിക്കും. നമുക്ക് പോകാവാ. അപ്പൊ നമ്മുടെ വാഹനം ഇവിടെ ഉപേക്ഷിക്ക. ഏതെങ്കിലും പ്രദേശം ഇത് വിറ്റ് ഓണത്തിന് എന്തെങ്കിലും മേടിച്ചാൽ കുടിച്ചോളും. ശരിയാ, നാം എന്തെങ്കിലും കൊടുത്തെന്നായിക്കോട്ടെ. അതെ സാറേ, വയറ്റിലേക്ക് പോയിട്ട് 2 ദിവസമായി സാറേ. കൈ അയച്ചു വല്ലതും തരണം സാറേ. കൈ വലിച്ച അവിടെ തരട്ടെ. ഒന്ന് പോരാ അവിടുത്തെ. വല്ലോ തരണം സാറേ. സാറേ 120 രൂപയായി. ഒരു പൈൻ്റ് ഉള്ള കാശായി. ഒരു പൈൻ്റ് വാങ്ങും സാറേ. ഓശാറിന്റെ പൈൻ്റ് വാങ്ങും സാറേ. പിച്ചേണ്ടി കാശ് പൈൻ്റ് കുടിക്കാൻ സാറേ അങ്ങനെ പറയുന്നത് സാറേ. ഇങ്ങോട്ട് മാറിക്കോട്ടെ. ഇനി വൈകുമങ്ങളെ ആദ്യം സുരക്ഷിതമായിട്ടൊരു സ്ഥലത്തോട്ട് വെച്ചോട്ടെ. അവിടെ ഇരിക്കണ നിങ്ങളെല്ലാവരോടും എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. നല്ല പാണല്ലോ.
എടാ ഇത് ഇന്നലത്തെ സൂപ്പർ സാധനം. ഇന്നലെ അടിച്ചിട്ട് ഇതുവരെ കിട്ടൂട്ടോ. ആർക്ക് വേണം ഈ സാധനം മേടിച്ചടിക്കണം കേട്ടോ. പേരും മറന്നുപോയി. ഞാനൊരു കാര്യം ചോദിച്ചു, നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ ഈ ഖജനാവ് നിറയ്ക്കുന്ന ആരാ? എടാ ഇന്ത്യയുടെ വരുമാന മാർഗത്തിന് രണ്ട് ശക്തിയുള്ളൂ. ഒന്ന് വിദ്യുശക്തിയും മദ്യശക്തി. അപ്പൊ നമ്മളാണ് ഇവിടുത്തെ ഖജനാവ് നിറക്കുന്ന ആൾക്കാർ. നമ്മൾ കുടുംബം നോക്കുന്നതിനൊക്കെ ആത്മാർത്ഥതയോടു കൂടിയ ഈ ഡിപ്പാർട്ട്മെന്റിനോട് നമ്മളെല്ലാം സഹകരിക്കുന്നത്. അതെന്ത് ഇവരും മനസ്സിലാക്കാത്ത. ഞാനൊരു കാര്യം ചോദിച്ചു, നമ്മൾ കുടിച്ചില്ലായിരുന്നു ഇവരെ ആരെ കൊണ്ട് കുടിപ്പിക്കാന്? അപ്പൊ നമുക്ക് സംഘടന വേണ്ട. നമുക്കൊരു സംഘടന വേണോ? വേണം. അത് ശരിയാ വായിച്ചു. കറക്റ്റ്. ഇതിനെതിരെ നമ്മൾ സംഘടിക്കണോ? അതെ, ഇതിനെതിരെ നമ്മൾ സംഘടിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എല്ലാവർക്കും സംഘടന ഉണ്ട്. നമുക്ക് മാത്രം എന്താ ഒരു സംഘടന ഇല്ലാത്ത? ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എന്തുകൊണ്ട് സംഘടിച്ചുകൂടാ? അതെ, സംഘടിക്കണം. നിങ്ങൾക്കറിയാമോ, ഒരു സംഘടന ഉണ്ടെങ്കിൽ നമ്മുടെ നീറുന്ന 100 പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. മനസ്സിലായി? ഞാനത് തീരുമാനിച്ചു. പേര് വിട്ടില്ല. അക്ക. എടാ നിന്റെ വീട്ടിലെ അക്കടെ കാര്യല്ലോ പറഞ്ഞു. അല്ല, ആൾക്കാരല്ല, ആൽക്കഹോളിക് കുടിയൻ അസോസിയേഷൻ. ഞാൻ കാണിച്ചു തരാം തിരുമേനി, വാ. നിൽക്ക്. എന്താണത്? യൂണിവേഴ്സിറ്റി ഓഫ് ടെററിസം. തിരുമേനി, തീവ്രവാദം പഠിപ്പിക്കുന്ന കോളേജാ ഇത്. ശിവ ശിവ, നാം എന്താണ് ഈ കേൾക്കുന്നത്? തീവ്രവാദം പഠിപ്പിക്കാനും കോളേജോ? നമ്മുടെ നാട് ഇത്ര അധപ്പതിച്ചു പോയോ? നമുക്ക് ലജ്ജ തോന്നുന്നു. ലജ്ജിച്ചിട്ടൊന്നും കാര്യമില്ല തിരുമേനി. അങ്ങ് പണ്ട് നാടുവാണ നാട്ടിലിപ്പോ തീവ്രവാദികളെ കൂട്ടിയിടിച്ചിട്ട് നടക്കാൻ പാടില്ല. ഈശ്വര, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ദാ, ഒരുത്തൻ മുഖം മൂടിക്കെട്ടിക്കൊണ്ട് നടക്കുന്നു. ചിലപ്പോഴേ അവന് ചിക്കൻ ബോക്സ് ആയിരിക്കും, അതാ മൂടിയിട്ടേക്കണേ. എന്താ, എന്ത് പറ്റി? എന്തിനാണ് കറുത്ത തുണി കൊണ്ട് നിങ്ങൾ മുഖം മറച്ചിരിക്കുന്നത്? ഞാൻ ഈ കോളേജിൽ തീവ്രവാദം പഠിപ്പിക്കുന്ന പ്രൊഫസറാണ്. ഇതാണ് ഞങ്ങളുടെ സ്റ്റൈൽ. ഇതാണ് എന്റെ ഒരു സ്റ്റൈൽ. അല്ല, ഇവിടെ ഏതൊക്കെ കോഴ്സുകളാ പഠിപ്പിക്കുന്നേ? അപ്പൊ നിങ്ങൾ ബോർഡ് വായിച്ചില്ലായിരുന്നോ? ഇവിടെ പഠിപ്പിക്കുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ മതവികാരം, മതനിന്ദ, തീവ്രവാദം, ബോംബിംഗ്, കലാപം, കൊലപാതകം, ആയുധ പരിശീലനം, ചാവോർ, കൈവെട്ട് തുടങ്ങിയ എല്ലാ കോഴ്സുകളും ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നതാണ്. ഫിസിക്കൽ ഡിപ്പാർട്ട്മെന്റാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. പച്ചാളം ബാസി, അതാണ് എന്റെ പേര്. എന്റെ തൊഴിൽ കൊട്ടേഷൻ. അല്ല, നാം ഒന്ന് ചോദിച്ചോട്ടെ, ആരാ ഇതിന്റെയൊക്കെ ഗുരു? ഗുരുവാരാന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിയിരിക്കും. ബില്ലാദിന്റെ അലയെ. പിന്നെ ഞങ്ങൾക്ക് നിൽക്കാൻ നേരെയില്ല, ക്ലാസ് കൊടുക്കാൻ നേരമായി. ഇവിടെ നിന്ന് കറങ്ങാതെ വിട്ടുപോകണം. ഡ്യൂപ്പേ, ഇത് തന്നെയാണോ നമ്മുടെ കൊച്ചു കേരളം? നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിക്കണം തിരുമേനി, ഇതാണ് ഇന്നത്തെ കേരളം. ദാ വരുന്നു ഒരു ഭാവി വാഗ്ദാനം. അപ്പൊ ഒന്ന് നിൽക്കുക. അല്ല അനിയ, ഇവിടത്തെ കോഴ്സ് കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ? സംശയം എന്താ, ഇവിടെ പഠിച്ചിറക്കുന്ന തീവ്രവാദികൾക്കൊക്കെ വിദേശത്ത് വൻ ഡിമാൻഡാ. ആണോ? അത് മാത്രമല്ല, പാകിസ്ഥാനിൽ നിന്ന് താലിബാനിൽ നിന്നൊക്കെ ഉള്ള കൊടും ഭീകരരാ ഞങ്ങൾക്ക് ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. ഈ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, ഞങ്ങളൊരു പൊളിക്കും. അല്ല, ആരാ ഇതിന്റെ നടത്തിപ്പുകാര്? ഇതിന്റെ നടത്തിപ്പുകാരല്ല വരുന്നത്. കാക്കിയും ഖദറും കാഷായ വസ്ത്രവും ധരിച്ചുകൊണ്ട് ഹീനകൃത്യങ്ങൾ നടത്തുന്നു. കഷ്ടം. എന്റെ പൊന്ന് തിരുമേനി, കാക്കയും കതറും കാവിയും ഒക്കെ ഇട്ട് ഈ നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പലരും ഉണ്ട്. പക്ഷെ ഈ വേഷമൊക്കെ ഇട്ട് ഈ നാട്ടിൽ എന്ത് പോക്കിരിത്തരം കാണിച്ചാലും ഒരു പട്ടി പോലും ചോദിക്കാനുണ്ടാവില്ല.